നമസ്കാരം, ഞാൻ റസൂൽ പൂക്കുട്ടി. ഇത് രാജാകൃഷ്ണൻ. പുഷ്പയുടെ ദിസ് ഇസ് വിജയകുമാർ, പുഷ്പയുടെ സൗണ്ട് ഡിസൈൻ ആൻഡ് സൗണ്ട് മിക്സിംഗ് ടീം. രാജാകൃഷ്ണൻ ഹാസ് സംതിങ് ടു സേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ റസൂൽ എന്ന് പറയുന്നത് എന്റെ വാല്യൂ സൗണ്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കും ഇന്ത്യക്കും അഭിമാനം കൊണ്ടുവന്ന് ഓസ്കാർ കൊണ്ടുവന്ന ആളാണ് റസൂൽ. അപ്പൊ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരം എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. പുഷ്പ 2 എനിക്കത് സംഭവിച്ചു. അത് പുഷ്പ 2 ചെയ്തുകൊള്ളുന്നതിനേക്കാളും നമ്മുടെ ഒരു പുതിയ സുഹൃത്ത് ബന്ധം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പുഷ്പ 2 ഇസ് ആൻ അമേസിംഗ് മൂവി. ഞങ്ങൾ ഭയങ്കരമായി എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തു. സൗണ്ടിന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു, വിഷ്വലി ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ഈ സിനിമ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മലയാളികളും കൂടെ പുഷ്പ ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിലുണ്ട്, ഭാഗമാണ് എന്ന അഭിമാനത്തോടുകൂടി അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ട്. നോട്ട് ഇഷ്യൂസ്, ബേസിക്കലി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ അറിയിക്കണമല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഈ വീഡിയോ. സാധാരണയായി നമ്മളൊരു മേജർ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ മിക്സിംഗ് എഞ്ചിനീയേഴ്സ് സാധാരണ ചിന്തിക്കാറുള്ളത് തിയേറ്റർ ലെവൽ കുറയ്ക്കും, അപ്പം നമ്മൾ ഇവിടുന്ന് ലെവൽ കൂട്ടും. അതനുസരിച്ച് തിയേറ്ററുകാർ പിന്നെയും ലെവൽ കുറയ്ക്കും, പിന്നെയും കൂട്ടും. പക്ഷെ ഒരു ഹോളിവുഡ് സിനിമ വന്നാൽ അവർ കൃത്യമായിട്ട് അതിന്റെ ഒരു ഡോൾബി സ്റ്റാൻഡേർഡ് ലെവൽ 7 എല്ലാ തിയേറ്ററും പ്ലേ ചെയ്യും. ഈ ഒരു വാറിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഓഡിയൻസിന് ഒരു ട്രൂ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നഷ്ടപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു. ഈ സിനിമയിലൂടെ ഞങ്ങൾ ഈ ഒരു ലൗഡ്നെസ് വാർ നിർത്തുകയാണ്. ഞങ്ങൾ ഈ സിനിമ പുഷ്പ 7 ഡോൾബി സ്റ്റാൻഡേർഡ് ലെവൽ 7 മിക്സ് ചെയ്യുന്നുള്ളൂ, എല്ലാ ഹോളിവുഡ് സിനിമകളും ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് ഈ സിനിമ സ്റ്റാൻഡേർഡൈസ്ഡ് ലെവലിൽ മിക്സ് ചെയ്തതാണ്. തിയേറ്റർ ഉടമകൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സ്പീക്കേഴ്സ് അടിച്ചു പോകും, കുഴപ്പമുണ്ടാകും, അങ്ങനെ ഒരു പേടിയും വേണ്ട. അങ്ങനെ ഒരു സൗണ്ടും ഇതിനകത്തില്ല. അങ്ങനെ ഒരു ബ്ലെയറിംഗ് ലെവലിൽ ഈ സിനിമ ഞങ്ങൾ മിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ടീമിന്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തിയേറ്റർ ഓണേഴ്സ് ഈ സിനിമയുടെ ടിക്കറ്റ് എടുത്ത് വരുന്ന ഓഡിയൻസിന് ഇതിന്റെ ട്രൂ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കണം. തീർച്ചയായും. അത് മാത്രമല്ല, ഓഡിയൻസിനോടൊരു വാക്ക്, അതായത് നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന പടം കാണുന്ന സമയത്ത് നിങ്ങൾക്കിത് അരോചകമായിട്ട് ലെവല് വെക്കുകയോ അല്ലെങ്കിൽ ലെവല് ഭയങ്കരമായിട്ട് കൂട്ടി വെക്കുകയോ അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണ ഇതോടുകൂടി അധികാരത്തോടുകൂടി തിയേറ്ററിൽ പോയി അവരോട് സംസാരിക്കുകയും അത് ലെവൽ കൂട്ടാനാണെങ്കിൽ കൂട്ടുകയും അല്ല ഒരുപാട് കൂട്ടി വെക്കുന്നവരടുത്ത് കുറയ്ക്കാനുമുള്ള ഒരു മനസ്സുണ്ടാവണം എന്നൊരു റിക്വസ്റ്റും കൂടിയാണ്. കാരണം ശബ്ദവും വെളിച്ചം കൂടെ ചേർന്നാണ് സിനിമ ഉണ്ടാവുന്നത്. ഈ വെളിച്ചം നന്നാവുകയും ശബ്ദം മോശമായിട്ട് അത് ഇവിടെ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും സിനിമ നിങ്ങൾക്ക് 100% ആസ്വദിക്കാൻ പറ്റില്ല. ആ ആസ്വാദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, ഈ പറഞ്ഞ പോലെ 3 മാസം, മേ ബി 3 മാസം ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ആസ്വാദനം എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ദയവ് ചെയ്ത് നിങ്ങൾ പടം കാണുമ്പോൾ ബി ബോൾഡ് ഇനഫ്, ഗോ ടോക്ക് ടു ദ തിയേറ്റർ, എന്നിട്ട് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യും സിനിമ. യെസ്, ബി ബോൾഡ്. തഗ്ഗതലൈ. Okay, bye.